രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭരതൻ ജ്യേഷ്ഠനെ നമസ്കരിച്ച് ആ ചെരുപ്പ് വാങ്ങി മെതിയടി വാങ്ങിയിട്ട് അദ്ദേഹം നേരെ എപ്രകാരത്തിലാണ് ഒരു രാജാവിന് കൊടുക്കുന്നതായ ഉപചാരങ്ങൾ അതേ പ്രകാരത്തിൽ ആ മെതിയടി ജ്യേഷ്ഠനാണ് എന്ന് കണക്കാക്കിയിട്ട് ജ്യേഷ്ഠൻ്റെ പാദം മെതിയടിയിലുണ്ട് എന്ന് കണക്കാക്കിയിട്ടാണ് ഭരതൻ കൊണ്ടുപോയിട്ടിരുത്തി നല്ലോണം അഭിഷേകം ചെയ്തത്. ഛത്രം ധാരയവ ക്ഷിപ്രം ആര്യപാദോ വിമൗ മതൗ. ജ്യേഷ്ഠൻ്റെ പാദങ്ങളാണ് ഇത് രണ്ടും എന്ന് കണക്കാക്കിയിട്ടാണ് എന്ത് ചെയ്തത്? അത് ഛത്രം ചാമരം എന്നൊക്കെ പറഞ്ഞതായ എല്ലാവിധ രാജോപചാരങ്ങളും നൽകിയിട്ട് വേണ്ട മാതിരി അതിനെ പരിപാലിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ ആ പാതുകങ്ങളെ സാക്ഷിയാക്കിയിട്ട് ധർമ്മ പാതുകാഭ്യാം ഗുരോർമമ, എൻ്റെ ജ്യേഷ്ഠൻ്റെ മെതിയടികൾ ജ്യേഷ്ഠൻ തന്നെയാണ് എന്ന് കണക്കാക്കിയിട്ട് ആ ഭാവത്തിൽ ഭരതൻ രാജ്യം പരിപാലിച്ചു പോന്നു എന്ന് പറയും. അതിന് ശേഷം എന്താണ്ടായി ചോദിച്ചാൽ അങ്ങനെ ഈ പാതുകങ്ങളെ ഭഗവാന്റെ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ പാദമായിട്ട് കണക്കാക്കിയിട്ട് അദ്ദേഹം താൻ രാജാവാണ് എന്ന ഭാവം ഇല്ലാതെ ജ്യേഷ്ഠൻ്റെ രാജ്യം ജ്യേഷ്ഠൻ്റെ അസാന്നിധ്യത്തിൽ പരിപാലിക്കണ മാതിരി വളരെ ഭംഗിയായിട്ട് ഭരതൻ പരിപാലിച്ചു പോന്നു. അങ്ങനെ ഈ ഭരതൻ കാട്ടിൽ നിന്ന് വന്ന് മടങ്ങിപ്പോയി തിരിച്ച് കൊട്ടാരത്തേക്ക് മടങ്ങിപ്പോയി പ്രജകൾ പൗരന്മാര് വന്നവര് മന്ത്രിമാര് സൈന്യം സന്നാഹം എല്ലാം മടങ്ങിപ്പോയപ്പോഴാണ് ചിത്രകൂടത്തിൽ താമസിക്കുമ്പോഴാണ് അവിടേക്കാണ് ഇപ്പോൾ ഈ ഇവരുടെയൊക്കെ വരവുണ്ടായത്. ഇവർ മടങ്ങിപ്പോയ സമയത്തുണ്ടായ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഭരതൻ പോയതിൻ്റെ ശേഷം രാമൻ ഇങ്ങനെ ശ്രദ്ധിച്ചു ഈ മഹർഷിമാരുടെ സ്വഭാവത്തിലൊക്കെ ചില വ്യത്യാസം കാണാനുണ്ട്. എന്താ അവര് ചിലരൊക്കെ ഇങ്ങനെ കണ്ണോണ്ടും മുഖം കൊണ്ടുമൊക്കെ ചില അടയാളങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. കണ്ണോണ്ടും മുഖം കൊണ്ടൊക്കെയാണ് നയനീർ ഭൃകുടീഭിശ്ച എന്നാണ്. കണ്ണോണ്ടും പുരികം കൊണ്ടും ചില അടയാളങ്ങൾ. രാമനുദ്ദിശ്യ ശങ്കിതാഹ, രാമനെ കണക്കാക്കിയിട്ട് എന്തോ ശങ്കയുള്ള മാതിരി ഇവർ പുരികം കൊണ്ടും കണ്ണോണ്ടൊക്കെ ചില അടയാളങ്ങൾ കൈമാറുമ്പം അന്യോന്യം ഉപജൽപ്പന്ത ശനൈശ്ചക്രുർമിഥ കഥാഹ, അവർ പരസ്പരം എന്തോ രാമൻ കേൾക്കാതെ തമ്മിൽ അംഗ്യം കാണിക്കുന്നുണ്ട്. അപ്പം രാമൻ അത് കണ്ടപ്പോൾ എന്തോ ഒരു സംശയം തോന്നി. രാമൻ ചോദിച്ചു മഹർഷിമാരോട്, എന്താ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില അടയാളങ്ങൾ പറയണത് എന്ന് കൈ കൂപ്പി തൊഴുത് ചോദിച്ചു. അപ്പം അത് കേട്ടപ്പം രാമൻ്റെ വർത്തമാനം കേട്ടപ്പോൾ അതിന് മറുപടിയായിട്ട് ഈ മഹർഷിമാർ പറഞ്ഞു, എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിച്ചു വളരെ വൃദ്ധനായ ഒരു താപസൻ അദ്ദേഹം കയ്യൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. വിറച്ചും കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിവിടെ ഇങ്ങനെ താമസിച്ചു വന്നിരുന്ന മഹർഷിമാരാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ മഹർഷിമാരൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് ഇവിടെ ചില അസുരന്മാരോ രാക്ഷസന്മാരുടെ ചിലർ ശല്യമുണ്ട്. അതായത് ഇവിടെ അടുത്തൊരുത്തൻ ഖരൻ എന്ന പേരായിട്ടൊരു ഒരു രാക്ഷസൻ ജനസ്ഥാനത്ത് താമസിക്കുന്നുണ്ട്. ജനസ്ഥാനം എന്നാണ് അതിൻ്റെ പേര്. ഈ ജനസ്ഥാൻ ഇന്നും മഹാരാഷ്ട്രയിൽ നമ്മൾ പോയാൽ ഈ ജനസ്ഥാനം എന്ന് പറയുന്നത് ജനസ്ഥാൻ എന്ന് പറഞ്ഞ പേരിൽ ഇപ്പോഴും ഉണ്ട്. ഗോദാവരി നദിയുടെ സമീപത്തായിട്ട് ആ ഭാഗത്ത് ജനസ്ഥാൻ എന്നുള്ള ഈ കഥകളായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളൊക്കെ അവിടെ പോയാൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളൊക്കെ കാണാൻ സാധിക്കും ആ സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ ഈ ജനസ്ഥാനത്ത് ഖരൻ എന്ന പേരായിട്ടൊരു രാക്ഷസൻ വന്ന് താമസിക്കുന്നുണ്ട്. അവൻ ഒരാളെയും കൂട്ടാക്കാത്തവനാണ്. ഇപ്പം അങ്ങ് ഇവിടെ ഉണ്ട് എന്നൊക്കെ ഞങ്ങൾ കണക്കാക്കിയിരിക്കുമ്പോൾ അങ്ങയോടും ഒരു വലിയ നിലയൊന്നും ആർക്ക് കാണാനില്ല, ഈ ഖരന് കാണാനില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ഇപ്പം ഞങ്ങൾ താമസിച്ചാൽ ഞങ്ങൾക്കത് വലിയ വിഷമാവും. അതുകൊണ്ട് രാക്ഷസന്മാരെയൊക്കെ കണക്കാക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് പോയാൽ എന്താ വെച്ചാൽ അശ്വസ്യ ആശ്രമമേവാഹം ശ്രയിഷ്യേ സഗണം പുനഃ. അശ്വൻ എന്ന് പറയായിട്ടൊരു മഹർഷി ഉണ്ട് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട്, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോയി താമസിക്കുക. അവിടെ ഒന്നും കുറച്ച് ആശ്വാസം ഉണ്ടാവും. ഞങ്ങളൊക്കെ പോവുകയാണ്. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ഞങ്ങൾ പോവുകൊണ്ട് അങ്ങ് ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കേണ്ട, വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ പോന്നോളൂ എന്നാരോട് പറഞ്ഞു, രാമനോട് പറഞ്ഞു. അപ്പം രാമൻ ഇതിങ്ങനെ ചിന്തിച്ച സമയത്ത് രാമനും തോന്നി എന്തായാലും ഇവിടെ ഇങ്ങനെ താമസിക്കണതേ അത്ര നന്നാവില്ല. എന്താ വെച്ചാൽ ഒന്നാമത് ഈ മഹർഷിമാരുടെ ഈ ശങ്ക, ഖരൻ്റെ വിഷമം, ഖരനോട് കൂടിയുള്ള വിഷമമുണ്ട്. പിന്നെ അത് കൂടാതെ വേറൊരു ബുദ്ധിമുട്ടുണ്ടാ ചോദിച്ചാൽ ഭരതനും കൂട്ടരിപ്പോൾ ഇവിടെ വന്ന് കണ്ടതും കൂടിയാണ്. അപ്പം അതുകൊണ്ട് എന്തുണ്ടാവും, ഇഹമേ ഭരതോ ദൃഷ്ടോ മാതരശ്ച സ നാഗരാഹ, നാട്ടുകാരെയും അമ്മമാരെയും അതുപോലെ ഭരതനെയും കണ്ട് ഇവിടെ വെച്ച് കൂടി കണ്ട സ്ഥലം കൂടിയാണ്. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ കഴിയുമ്പോൾ ആ ഓർമ്മ ഇങ്ങനെ വരും. ഏതോർമ്മ?
ഇവരൊക്കെ കണ്ടതിൻ്റെ ഒരു ഓർമ്മയില്ലേ, ആ സ്മരണ, അതിന് സാചമേ സ്മൃതി, ആ സ്മൃതി വരുമ്പോൾ എന്തുണ്ടാവും, അന്വേതി താൻ നിത്യമനുശോചത, ആ സ്മരണ ഇങ്ങനെ വരുമ്പോൾ ഒരു ദുഃഖവും ഇങ്ങനെ തോന്നും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് പോവുക നല്ലത്. എന്താ വെച്ചാൽ ഇനിയിപ്പം ഇവിടുന്ന് പോവുക എന്നുള്ളതിന് കാരണം എന്താ ചോദിച്ചാൽ, ഭരതൻ ഇവിടെ വന്ന് കണ്ട് ഇവിടെയൊക്കെ മനസ്സിലാക്കി, നാട്ടുകാരും കണ്ടു, എല്ലാവരും ഇപ്പം രാമൻ താമസിക്കുന്നത് എവിടെയാണ് എന്ന് നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് പോയത്. അപ്പം ഇനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താ ചോദിച്ചാൽ, ചിലപ്പം ഇനി ഭരതൻ ഇങ്ങനെ തോന്നുക, ഏട്ടൻ ഇന്ന് കാണണം, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാ ശത്രുഘ്ന എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം വേഗം കൊടയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോന്നാലോ. നാട്ടുകാർ ഇനിയിപ്പോൾ അങ്ങനെ എനിക്ക് ശ്രീരാമചന്ദ്രസ്വാമി ഒന്ന് കാണാൻ 2 ദിവസം അവിടെ കഴിയണം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാലോ, വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ ഇനി താമസിക്കുന്നത് എന്തല്ല, ഒരു വനവാസത്തിന് ചേരില്ല, നമ്മൾ പറഞ്ഞ വാക്കിന് ചേരില്ല. അപ്പം അതുകൊണ്ട് രാമൻ എന്ത് ചെയ്തു, ഭരതൻ വന്നതിൻ്റെ ശേഷം മുനിമാരെല്ലാവരും അശ്വൻ എന്ന് പറഞ്ഞ മഹർഷിയുടെ ആശ്രമത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പം ശ്രീരാമൻ ലക്ഷ്മണനോട് കൂടി സീതയോട് കൂടിയിട്ട് അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് അവർ പോകുന്ന പല ദിക്കിലും സഞ്ചരിച്ച മഹർഷിമാരുടെ ആശ്രമങ്ങളിലൊക്കെ കയറി പോർപ്പെട്ട് പോന്ന് കുറേ അങ്ങോട്ട് പോകുന്നപ്പോൾ ഒരു ദിക്കിലെത്തി അവർ അത്രി മഹർഷി എന്ന് പറഞ്ഞൊരു വലിയ വിശിഷ്ടനായ മഹർഷിയുടെ ആശ്രമം കണ്ടു. ഈ അത്രി മഹർഷിയുടെ ആശ്രമം കണ്ടപ്പോൾ അവർ എന്ത് ചെയ്തു, അവിടെ ചെന്നപ്പോൾ അത്രി മഹർഷി അദ്ദേഹത്തിൻ്റെ ഭാര്യ അനസൂയാദേവിയോട് കൂടിയിട്ട് ആശ്രമത്തിൽ ഇരിക്കണ്ടേ. അപ്പം അത്രി മഹർഷി അനസൂയാദേവിയും കൂടി വൃദ്ധരായിട്ട്, അത്രയ്ക്ക് പ്രായമായിട്ട് വളരെ വാർദ്ധക്യത്തിൻ്റെ അറ്റത്തെത്തിയവരാണ് അത്രി മഹർഷി അനസൂയാദേവി. അപ്പം അവർ 2 പേരെയും കണ്ടു തോതു ആശ്രമത്തിൽ ചെന്ന് നമസ്കരിച്ചപ്പോൾ ഈ രാമനാണെങ്കിൽ അത്രി മഹർഷിയുടെ കൂടെ പൂമുഖത്തിരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പം സീതാദേവി എന്ത് ചെയ്തു, ഉള്ളിലേക്ക് ചെന്നിട്ട് ആരെ ചെന്ന് കണ്ടു, അനസൂയാദേവി വല്യമ്മ മുത്തശ്ശിയെ കണ്ട് നമസ്കരിച്ചു. അപ്പം മുത്തശ്ശിയെ ചെന്ന് കണ്ട് നമസ്കരിച്ച സമയത്ത് അനസൂയാദേവി എന്തോ ചെയ്തു വെച്ചാൽ, അനസൂയാദേവി അവിടുന്ന് പോന്ന് ഈ സീതാദേവി അടുത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് എന്തോ ചെയ്തു എന്നാണെങ്കിൽ ഒന്ന് അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറയുകയും ചെയ്തു, അത് ഈ കുറച്ച് നല്ല നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, എന്തൊക്കെയാണ് വേണ്ടത്, ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വർത്തമാനം ആ മുത്തശ്ശിയമ്മ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പറഞ്ഞ വർത്തമാനങ്ങളുടെ കൂട്ടത്തിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുകയും ചെയ്തു, ഏതായാലും മോളെ തന്നെ കണ്ടതൊക്കെ വലിയ സന്തോഷമായി. സന്തോഷം വെച്ചാൽ ഇങ്ങനെയൊരു പെൺകിടാവ് കാട്ടിൽ വന്നപ്പോൾ കാണുമല്ലോ, വലിയ സന്തോഷം ഉണ്ട്. അപ്പം അവൻ എന്തോ കൊണ്ട് വെച്ചാൽ എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് സമ്മാനങ്ങളൊക്കെ ഉണ്ട്, ഞാൻ സന്തോഷത്തോടെ നിനക്ക് കുട്ടിക്ക് തരാം, വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ആർക്ക് കൊടുത്തു, ഈ സീതയ്ക്ക് കൊടുത്തു. എന്തൊക്കെയാണെന്നറിയോ, എനിക്ക് പണ്ട് പാണിപ്രധാനകാലേച്ച യത്പുരാ ത്വഗ്നി സന്നിധൗ, പണ്ട് അഗ്നിസാക്ഷിയായിട്ട് എന്നെ വിവാഹം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പാണിപ്രധാനം എന്ന് പറഞ്ഞാൽ ഈ വിവാഹത്തിന് കന്യാദാനം ചെയ്ത് പാണിഗ്രഹണം ചെയ്യില്ലേ, ആ പാണിഗ്രഹത്തിന് പുറപ്പെടുന്ന സമയത്ത് അനുശിഷ്ട ജനന്യാസ്മി വാക്യം തദപി മേ ധൃതം, എന്നെ പണ്ട് വിവാഹം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്ന ചില വർത്തമാനങ്ങളുണ്ട്, അതൊക്കെ ഞാൻ നിനക്കും പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയായിരിക്കണം ഒരു ഭാര്യ പതിവ്രത എന്നൊക്കെയുള്ളത് വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തു. എങ്ങനെയത്, പതിശുശ്രൂഷണാര്യ തപോ നാനു വിധീയതേ, അതായത് ഒരു സ്ത്രീക്ക്, ഭർത്തൃമതിയായ ഒരു സ്ത്രീക്ക് ഭർത്താവിനെ ശുശ്രൂഷിക്കലും ഭർത്തൃപരിചര്യം തന്നെ വലിയൊരു മഹിമയാണ്. അതുകൊണ്ട് പണ്ട് സാവിത്രി ദേവി ഭർത്തൃ ശുശ്രൂഷ ചെയ്തിട്ട് മഹാഗേണിയേക്ക് സത്യവാൻ സാവിത്രിയുടെ കഥയൊക്കെ മഹാഭാരതത്തിൽ വളരെ കേമായിട്ട് പറയും. ആ കഥകളൊക്കെ സ്മരിച്ചിട്ട് പറഞ്ഞു. അതുകൊണ്ട് എന്തേ വേണ്ടു വെച്ചാൽ എന്ത് ചെയ്യൂ, നന്മയുള്ള കാലത്തും അല്ലെങ്കിൽ കഷ്ടമുള്ള കാലത്തും വേണ്ടത് എന്താണ്, ഭർത്താവിൻ്റെ കൂടെ ഒരു ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. അത് കുട്ടി നിൽക്കണമുണ്ട്, നല്ല സന്തോഷം. അതുകൊണ്ട് സന്തോഷമായി ഏതായാലും ഇപ്പോൾ ഇവിടെ വന്നതും നിങ്ങൾ 2 പേരെയും കാണാൻ സാധിച്ചതും വലിയ ഭാഗ്യമായി എന്നും പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തു വെച്ചാൽ, ഈ സീതയോട് വർത്തമാനം ചോദിച്ചപ്പോൾ സീത തൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ എങ്ങനെയാ വെച്ചാൽ ശ്രൂയതാമിതി, എൻ്റെ കഥ കേട്ടോളൂ എന്ന് പറഞ്ഞ് സീത തൻ്റെ ഉൽപ്പത്തിയൊക്കെ പറഞ്ഞു കൊടുത്തു. എങ്ങനെയാ വെച്ചാൽ, പണ്ട് മിഥിലാ മഹാരാജാവായ ജനകോ നാമ ധർമ്മവിത്ത്, ജനകൻ എന്ന പേരായ യോഗ്യനായ രാജാവ് ഉണ്ടായി. അദ്ദേഹം ക്ഷത്രധർമ്മേഹ്യഭിരതോ ന്യായത ശാസ്തി മേദിനി, അങ്ങനെ വലിയ ധർമ്മസമ്പ്രദായത്തിൽ രാജ്യം ഭരിച്ചിരിക്കുന്ന കാലത്ത് യാഗാനുഷ്ഠാനൊക്കെ കഴിഞ്ഞിട്ട് യജ്ഞശാല പണ്ട് എന്ത് ചെയ്തു, തസ്യ ലാംഗലഹസ്തസ്യ കരിഷത ക്ഷേത്രമണ്ഡലം, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കലപ്പോണ്ട് ഇങ്ങനെ യജ്ഞശാല ഉഴുതുമറിച്ച സമയത്ത് ആ യജ്ഞശാലയുടെ ഉഴുതുമറിക്കുന്ന സമയത്ത് അവിടെ നിന്നാണ് എന്നെ കിട്ടിയത്, എൻ്റെ അച്ഛന്. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാണ് ഞാൻ, അച്ഛൻ്റെ മകളായിട്ട് വളർന്ന് ജനകൻ്റെ മകളായിട്ട് വന്ന ജാനകിയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ വലിയ സന്തോഷമായിട്ട് ഈ മുത്തശ്ശിയമ്മ എന്തേ ചെയ്തു വെച്ചാൽ,
സീതാദേവി അടുത്തേക്ക് വിളിച്ചിട്ട് പണ്ട് തൻ്റെ വിവാഹകാലത്ത് തനിക്ക് തൻ്റെ അമ്മയും അച്ഛനും തന്നതായ വിശേഷപ്പെട്ട ആഭരണങ്ങളും വിശേഷമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്തു? ഈ സീതയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, സീതയോട് പറഞ്ഞു, മോളെ ഇതൊക്കെ ഒന്ന് നീ നല്ലോണം നീ ഒന്ന് അണിഞ്ഞ് കാണട്ടെ, എനിക്ക് സന്തോഷമാവാനാണെന്നും പറഞ്ഞു. എന്നിട്ട് ഈ അമ്മ മുത്തശ്ശമ്മ കൊടുത്ത പട്ടുവസ്ത്രങ്ങളും ആ ദിവ്യങ്ങളായ ആഭരണങ്ങളും ഒക്കെ സീതാദേവിയെ അണിയിച്ചു. അങ്ങനെ സീത ഇതൊക്കെ അണിഞ്ഞ് സുന്ദരിയായിട്ട് നിന്നു. അപ്പോഴാണ് ഈ അനസൂയാദേവി പറഞ്ഞു, മോളെ അന്ന് വിവാഹത്തിന്റെ സമയത്തൊന്നും എനിക്ക് ഇങ്ങനെ കാണാൻ യോഗം ഉണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് ഇപ്പം തന്നെ ഒന്നിങ്ങനെ കാണാൻ പറ്റിയില്ലോ, രാമന്റെ കൂടെ തന്നെ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞ് സർവാഭരണ വിഭൂഷിതയായ സീതാദേവിയെ രാമന്റെ കൂടെ സന്തോഷമായിട്ട് കണ്ട് രണ്ടുപേരും സന്തോഷിച്ചു എന്ന് പറയും. അങ്ങനെ ആഭരണങ്ങളും വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് അതൊക്കെ അണിഞ്ഞ് സന്തുഷ്ടയായിട്ടാണ് അവർ അവിടുന്ന് അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് പോന്നു. അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് പോന്നു. അനസൂയാദേവിയെ നമസ്കരിച്ചു. അങ്ങനെ ഒരു യാദൃശ്യമായിട്ട് അത്രി മഹർഷിയും അദ്ദേഹത്തിന്റെ ഭാര്യ അനസൂയാദേവിയും കാണാനും നമസ്കരിക്കാനൊക്കെ ഭാഗ്യം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പം അവരവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഈ ഇത്രയും കാലം അവർ കഴിച്ചു കൂട്ടിയത് ചിത്രകൂടത്തിൽ കഴിച്ചുകൂട്ടി ചിത്രകൂടത്തിന് ചുറ്റുപാടുള്ള കഥകളാണ് പറഞ്ഞത്. ഈ ഇദ്ദേഹത്തിന്റെ അതായത് അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ കയറി ഇറങ്ങി പോകുന്നതോട് കൂടിയിട്ട് എന്ത് കഴിഞ്ഞു? അവരുടെ ആ ഭാഗത്തെ വാസം കഴിഞ്ഞു. അതോടെ അയോധ്യാകാന്ഡവും കഴിഞ്ഞു. സാധാരണഗതിയിൽ അയോധ്യാകാന്ഡം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയോധ്യയിൽ ഉണ്ടായത് മാത്രമാണെന്ന്. ശരി തന്നെയാണ്. പക്ഷെ അയോധ്യ കേന്ദ്രമാണെങ്കിലും കുറച്ച് രാമന്റെ വനവാസം കൂടി എങ്കിലുണ്ട്, അയോധ്യയിലുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആരണ്യകാന്ഡം എന്നാ പറയാം. അതായത് ഈ രാമലക്ഷ്മണന്മാർ സീതയോട് കൂടിയിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ച് അവിടെ കഴിച്ചു കൂട്ടുന്ന കാലത്തെ കഥകളെയാണ് എന്ത് പറയുക? ആരണ്യകാന്ഡം എന്ന് പറയുക. ആരണ്യം അല്ലെങ്കിൽ കാട് പ്രധാനമായിട്ടുള്ള കഥകൾ അങ്ങനെയാണ്. ഇനി മുഴുവനും ദണ്ഡകാരണ്യത്തിലെ കഥകളാണ്. അയോധ്യയിലത്തെ കഥകൾ ഇനി നമ്മൾ കേൾക്കില്ല. നമ്മളിനി കേൾക്കേണ്ടവർത്ത കഥകളാണ്. ഇനി അയോധ്യയിലത്തെ കഥ കേൾക്കണമെങ്കിൽ 14 കൊല്ലത്തിന് ശേഷമേ കേൾക്കുന്നുള്ളൂ. അപ്പൊ അതുവരെ അയോധ്യയിലത്തെ കഥ എന്താണ്? ഭരതൻ ആ നാട് നന്ദിഗ്രാമത്തിലിരുന്ന് പരിപാലിക്കണമെന്നുള്ള. അങ്ങനെ ഭരതൻ നന്ദിഗ്രാമത്തിലിരുന്ന് ഈ നാട് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാട്ടിലിരിക്കുന്നതായ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ പത്നിയായിട്ടുള്ള സീതാദേവിയോട് കൂടിയിട്ട് അവരെങ്ങനെ ദണ്ഡകാരണ്യത്തിൽ കഴിച്ചു കൂട്ടുമ്പം ദണ്ഡകാരണ്യത്തിൽ ഇവരെ ഇങ്ങനെ പല മഹർഷിമാരുടെയും ആശ്രമങ്ങളിലൊക്കെ ആയിട്ട് ഓരോരോ മഹർഷിമാരെ കാണും. അവരുടെ ആശ്രമങ്ങളിൽ ചെല്ലും, താമസിക്കും. അങ്ങനെയായിട്ടാണ് കഴിച്ചു കൂട്ടിയത്. അക്കാലത്ത് ഇവരിങ്ങനെ പല ദിക്കിലും സഞ്ചരിച്ച മഹാരണ്യം പ്രവിശ്യത്തു മഹാരണ്യം ദണ്ഡകാരണ്യമാത്മവാൻ ആ ദണ്ഡകാരണ്യത്തിൽ കൂടി പോണ സമയത്താണ് ദദരിശരാമോ ദുർധരിഷ താപസാശ്രമ മണ്ഡലം. അദ്ദേഹം എന്ത് കണ്ടു? ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചപ്പം ധാരാളം ആശ്രമങ്ങൾ കണ്ടു, പർണശാലകൾ, മഹർഷിമാര് താമസിക്കുന്നത്. അവരെങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ മറവുരിയൊക്കെ ചുറ്റിയിട്ട് ജടയൊക്കെ കെട്ടി ധരിച്ചിട്ട് അങ്ങനെ വലിയ നിഷ്ഠയോടെ കൂടി ജീവിക്കുന്ന താപസന്മാരാണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ എന്താണെന്നാണെങ്കിൽ ആ മഹർഷിമാരുടെ ആ ഭാഗത്തേക്ക് ചെന്നപ്പോൾ തന്നെ കണ്ടാൽ പുണ്യൈശ്ച നിയതാഹാരൈ ശോഭിതം പരമഋഷിഭി, വളരെ ചിട്ടയോടുകൂടി ജീവിച്ചു പോകുന്ന ഋഷീശ്വരന്മാരുടെ നാടാണത്. അവിടെ ചെന്നപ്പോൾ തോന്നിയിട്ടുണ്ടാകുന്നറിയോ? തദ് ബ്രഹ്മഭവന പ്രഖ്യം. അത്രയ്ക്ക് വേദങ്ങൾ ചൊല്ലണതിൻ്റെ ശബ്ദം മാത്രമല്ല എല്ലാ ദിക്കിലും. അപ്പം അവിടുത്തെ ആ ഒരു സമ്പ്രദായം കണ്ടാൽ ബ്രഹ്മഭവനാണെന്ന് തോന്നും. ബ്രഹ്മഭവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ കുടുംബത്തിൽ ചെന്ന മാതിരി വേദം ചൊല്ലണതിൻ്റെ ഒക്കെ ഒരു മഹിമേ. അപ്പം അതൊക്കെ കണ്ട അവർ സന്തോഷമായിട്ട് അവിടെ മഹർഷിമാരെ കാണാനായിട്ട് ചെന്നു. ഓരോ മഹർഷിമാരെയും കാണാനായിട്ട് പോകുന്ന സമയത്ത് അഭ്യഗച്ഛൻ മഹാതേജ വിജ്യം കൃത്വാ മഹദ്ധനു, അങ്ങനെയാണ് മഹർഷിമാരെ കാണാൻ പോയത്. വിജ്യം കൃത്വാ മഹദ്ധനു. വിജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞു, ഈ വില്ല് കൊണ്ട് നടക്കുന്ന സമയത്ത് വില്ലിന്റെ മുകളിലുള്ള ഞാണ് കെട്ടിയിട്ട് കൊണ്ട് നടക്കണമെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാണ് ഈ വില്ലിന്റെ വളഞ്ഞ സാധനത്തിന്റെ മുകളിൽ കെട്ടിയിട്ടാണ് കൊണ്ട് നടക്കുന്നത് വെച്ചാൽ അതിന്റെ അർത്ഥം ഇത് പ്രയോഗിക്കാൻ സന്നദ്ധമാണ് എന്നാണ്. അങ്ങനെയാണ് പതിവ്. പക്ഷേ ഇങ്ങനെയുള്ള വലിയ ക്ഷത്രിയ വീരന്മാര്, ഈ വില്ലും ആയിട്ട് പ്രവേശിക്കുന്ന വീരന്മാര് മഹർഷിമാരുടെയും സന്യാസിമാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ബഹുമാന്യന്മാരുടെയും മുമ്പിലേക്ക് ചെല്ലുമ്പം അവർ ഈ വില്ല് എങ്ങനെയാ കൊണ്ട് നടക്കാമെന്നറിയോ? ഇങ്ങനെ തമ്മിൽ കുട്ടിക്കെട്ടി കൊണ്ട് നടക്കില്ല. വില്ല് കെട്ടഴിച്ചിട്ടാണ് അവർക്ക് പോവുക. വില്ല് കെട്ടഴിച്ച് ചുറ്റി കെട്ടിയിട്ട് അവരെങ്ങോട്ട് പോകുള്ളൂ. അതിനൊന്ന് വിജ്യം കൃത്വ എന്ന് പറയുക. വിജ്യം കൃത്വ. ഇപ്പം നമ്മുടെ പോലീസുകാരൊക്കെ ചില പ്രത്യേക സമയത്ത് ആചാരം വല്ലവർ മരിച്ചു പോയാൽ ആചാരമായിട്ട് എന്ത് ചെയ്യും?
കീഴ്പ്പെട്ട് താഴ്ത്തി പിടിച്ചിട്ടാണ് നടക്കുക. ചിലപ്പോൾ എന്നിട്ട് അതിന് ആചാരബോധി പൊട്ടിക്കാൻ മുകളിലേക്കാണ് പൊട്ടിക്കുക. അതിനൊരു ആചാരമാണ്, അതൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു ആചാരം എന്നാണ്. അതൊരു പ്രത്യേക ഇന്നങ്ങനെ ഒരു സമ്പ്രദായം. അതുപോലെ അന്ന് ഈ മഹർഷിമാരുടെ അടുത്തേക്കൊക്കെ പോകുമ്പം തോക്കൊക്കെ പിടിച്ച ആയുധധാരികളായ ക്ഷത്രിയനാണെങ്കിൽ എന്ത് ചെയ്യണം? ആയുധം വില്ല് കെട്ടഴിച്ചിട്ട് അവർ മര്യാദയാണ്. അങ്ങനെ അവർ മഹർഷിമാരുടെ ആശ്രമങ്ങളൊക്കെ കയറി കണ്ടു ചെന്നു. അങ്ങനെ എന്താണ്ടാ വെച്ചാൽ അങ്ങനെ ഇവർ ഈ ആശ്രമങ്ങളിലൊക്കെ ചെന്ന് കാണുന്ന സമയത്ത് ഒരു കൂട്ടം മഹർഷിമാരെല്ലാവരും കൂടി വന്നിട്ട് രാമന്റെ കാൽക്കൽ വന്ന് തൊഴുതിട്ട് പറഞ്ഞു, ശ്രീരാമേന്ദ്ര, ഞങ്ങള് സാധാരണക്കാരായ മഹർഷിമാരാണ്. ഞങ്ങളെ സംബന്ധിച്ച് പറയാച്ച ന്യസ്തദന്താവയം രാജ്യം ജിതക്രോധാ ജിതേന്ദ്രിയാഹ. ന്യസ്തദണ്ഡന്മാരാണ്. ന്യസ്തദണ്ഡന്മാര് ഞങ്ങൾ ആരെയും ശിക്ഷിക്കാറില്ല. ഇന്നയാൾക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഇന്നത് ചെയ്യുന്നവരെ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് ശിക്ഷിക്കാന്നൊക്കെ ഇല്ലേ, അത് ഞങ്ങൾ ചെയ്യാറില്ല. ന്യസ്തദണ്ഡന്മാരാണ്. ഞങ്ങളൊക്കെ ഉപേക്ഷിച്ച കൂട്ടറാണ്. ജിതക്രോധാഹ, ക്രോധത്തെ ജയിച്ചവരുമാണ്. ഞങ്ങൾ ഒരാളോട് ദേഷ്യപ്പെട്ട് പുറപ്പെടാറില്ല. മാത്രമല്ല രക്ഷിതവ്യാസ്ത്വയാശശ്വൽ ഗർഭഭൂതാസ്തപോധനാഹ, അങ്ങനെയുള്ള തപോധന്മാരാവും ഞങ്ങളെ. ക്ഷത്രിയന്മാരായ അങ്ങേപോലെയുള്ളവർ എന്ത് ചെയ്യണം? ഗർഭഭൂതാഹ ആണ്. ഗർഭഭൂതാഹ, ഒരമ്മ തൻ്റെ ഗർഭത്തിൽ ഇരിക്കുന്ന ശിശുവിനെ എങ്ങനെയാണോ രക്ഷിച്ചു പരിപാലിച്ചു കൊണ്ട് നടക്കുന്നത്, അതുപോലെ അങ്ങ് എന്ത് ചെയ്യണം? ഞങ്ങൾ രക്ഷിക്കണം. എന്താ കാരണം? ഞങ്ങൾക്ക് ഈ കാട്ടാളന്മാരോട് യുദ്ധം ചെയ്യാനുള്ളതായ പ്രാപ്തിയില്ല, ക്രോധം ഞങ്ങൾക്ക് പതിവില്ല, പിന്നെ ഇവരോട് യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തിയില്ല, താല്പര്യമില്ല എന്നുള്ള പഠിപ്പും ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങളിവിടെ തപസ്, യാഗം, യജ്ഞം, ഹോമം, ധ്യാനം, ജപം ഇതൊക്കെ ആയിട്ട് ലോകം തന്നെ ഉണ്ടാവണേ എന്ന് കണക്കാക്കിയിട്ട് തപസ് ചെയ്ത് ജീവിച്ചു പോണ കൂട്ടരാണ്. അങ്ങ് എന്ത് ചെയ്യണം? ഞങ്ങളെ വേണ്ട മാതിരി രക്ഷിക്കണം. അങ്ങ് ക്ഷത്രിയനല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട സമയത്ത് എന്ത് ചെയ്തു? ഇവരുടെ ഈ പ്രാർത്ഥന, മഹർഷിമാരുടെ പ്രാർത്ഥന കേട്ടപ്പം ഈ രാമൻ പറഞ്ഞു, ആയിക്കോട്ടെ, അങ്ങനെ ആവാം, ഞാൻ വേണ്ടത് ചെയ്തോളാം എന്നും പറഞ്ഞു. അങ്ങനെ ആവാം, ഞങ്ങളെ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞു പോരുന്ന സമയത്ത് ഈ വിരാധൻ എന്ന് പറഞ്ഞ രാക്ഷസനെ കൊണ്ടൊക്കെ വലിയ വിഷമുണ്ട് ഇവിടെ. ആ വിരാധനെയൊക്കെ ഒതുക്കി ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അവർ വിരാധനെ വധിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവരനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പോരുന്ന വഴിക്ക് എന്താ വെച്ചാൽ ഇവരിങ്ങനെ ഈ മഹർഷിമാരുടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് തിരിയുമ്പോഴാണ് എന്ത് കണ്ടത്? ഒരുത്തൻ ഇങ്ങനെ വരുന്നു. ഇവന്റെ രാമനുണ്ട്, സീതയുണ്ട്, ലക്ഷ്മണനും ഉണ്ട് കൂടെ. കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോഴാണ് ഇവന്റെ രൂപം കണ്ട് വലിയ ഭീകരമായ കണ്ണും നീണ്ട് വലിയ വികൃതമായ വായയും അറപ്പും വെറുപ്പും തോന്നുന്ന ശരീരം, ഈ മാംസത്തിന്റെ വസയും കൊഴുപ്പും ഒക്കെ ആയിട്ട് അടിഞ്ഞുകൂടിയ ശരീരം. ആ ശരീരത്തിൽ എന്തുണ്ട്? ഇവനാണെങ്കിലോ അമ്പോ ഒന്നും പറയുന്നത് ത്രീൻ സിംഹാൻ ചതുരോ വ്യാഘ്രാൻ ദൗ വൃതോ പൃഷദാൻ ദശ സവിഷാണം വസാദിഗ്ധം. ഇവന്റെ കയ്യിലിരിക്കാൻ സാധനങ്ങളാ പറഞ്ഞത്. കുറെ പുലികളും കടുവകളും അതിന്റെ കൊമ്പും അതും ഇതൊക്കെ ഏറ്റിപ്പിടിച്ചിട്ട് എടുത്താൽ വന്നിരിക്കണം. ഒരു ആനത്താൽ ഒരു ശൂലത്തിൽ കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ നേന്ത്രപ്പഴം പുഴുങ്ങിയതൊക്കെ പിടിച്ചു കൊണ്ടുവരണം മാതിരി ആര് വരണവും. എങ്ങനെയുണ്ടോ ആനത്തലയൊക്കെ? ഇവന്റെ ഒരു സ്വരൂപം, അവന്റെ ശക്തിയും അവന്റെ ദുഷ്ടതയും ആ രൂപം കണ്ടാൽ അറിയാലോ. ഈ രൂപത്തോടെ ഇവ ഇങ്ങനെ അടുത്തേക്ക് വന്നപ്പം സരാമം ലക്ഷ്മണം ചെയ്വ സീതാം ദൃഷ്ട്വാച മൈഥിലിം അഭ്യധാവൽ സുസംഗൃദ്ധ പ്രജാ കാല ഇവന്തക. സീതയുടെയും ലക്ഷ്മണന്റെയും കൂടെ രാമൻ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഇവർ എന്ത് ചെയ്തു? ആവു ചാടി ഇങ്ങോട്ട് വന്നിട്ട് ഈ സീതാദേവിയെ പിടിച്ചൊക്കത്ത് വെച്ചാരോ ഓടി. ഇവൻ ഓടിപ്പോവുകയും ചെയ്തു. ആ ഓടിപ്പോയ സമയത്ത് എന്താ വെച്ചാൽ ഈ മരവുരിയും പിന്നെ താപസവേഷമൊക്കെ ആയിട്ട് നടക്കണേ രാമനെ കണ്ടപ്പോൾ അവന് തോന്നിയിട്ടുണ്ടാവേ എന്ത് ഇത് അത്ര വലിയ കഥയൊന്നും ഇല്ലയെന്ന്. എന്നിട്ട് ഇവൻ എന്താ ചോദിച്ച് ഓടിപ്പോണ സമയത്ത് അപ്പോഴേക്ക് എന്താ ഉണ്ടായത്? ഇവന്റെ പേരാണ് വിരാധൻ എന്ന് പറഞ്ഞ അസുരനെ. വിരാധനാണ് ഇവന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സീതയാണെങ്കിൽ ഈ അസുരന്റെ കയ്യിൽ കിടന്ന് ഇങ്ങനെ കാറ്റത്ത് വാഴ വറയ്ക്കണ മാതിരി വറയ്ക്ക പാവ. അങ്ങനത്തെ ഒരു സ്ഥിതിയിലൊന്നും ആര് പെട്ടിട്ടില്ല സീത ഇങ്ങനെ ഇവന്റെ കയ്യിലായി എന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ലക്ഷ്മണ നോക്കൂ, എന്താല്ല ജനകപുത്രിയായ പെൺകുട്ടി മമ ഭാര്യാം ശുഭാചാരാം രാജപുത്രിയും യശസ്വിനി, രാജകുമാരിയായിട്ടുള്ള എൻ്റെ ഭാര്യ, ആ ജനക മഹാരാജാവിന്റെ പ്രിയപ്പെട്ട മകളല്ലേ, നോക്കൂ ഇവൻ കൊണ്ടുപോകണ്ട്. എന്താ അല്ലേ കൈകേയി ഇങ്ങനെ ഒരു പണി ചെയ്തുകൊണ്ടല്ലേ ഇപ്പൊ ഇതുണ്ടാവുന്ന ആര് പറഞ്ഞു പോയി? രാമൻ പറഞ്ഞുപോയി. അപ്പൊ ലക്ഷ്മണനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഈ പാമ്പ് ചവിട്ട് കൊണ്ട മാതിരി ചീച്ചി എടുത്ത് ആരുടെ നേരെ ചെയ്ത് പാമ്പ് ഇങ്ങനെ ചീറില്ലേ, ഇങ്ങനെ ഹൂഫൂ പറഞ്ഞ ഊതി പറത്തില്ലേ, അതേ ജാതിയിൽ നേരെ ഇങ്ങോട്ട് ചെന്നു. എന്താ പറയുന്നത്? വിരാധൻ ഈ യുദ്ധത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് വിരാധൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നേരെ യുദ്ധം ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഞാൻ ജയൻ എന്ന പേരായ ഒരു രാക്ഷസന്റെ മകനാണ്. എൻ്റെ അമ്മയുടെ പേര് ശതഹൃദ എന്ന് പറയും. അങ്ങനെയുള്ള മകൻ വിരാധനാണ് ഞാൻ. അന്ന്
എനിക്ക് എന്താ ചോദിച്ചാൽ എല്ലാവരും എന്നെ വിരാധൻ വിരാധൻ വിരാധ ഇതി മാം ആഹു പൃഥിവ്യാം സർവരാക്ഷസാഹ. രാക്ഷസന്മാരെല്ലാവരും എന്നെ വിരാധൻ വിരാധൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഈ സ്ത്രീയെ കണക്കാക്കി ഇനി ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോളുന്നു, നിങ്ങളുടെ ആയുസെങ്കിലും ഉണ്ടാവും, ഇതിനെ ഞാൻ പിടിച്ചു കൊണ്ടുപോയിട്ട് കൊന്നു തിന്നാൻ പോവുകയാണെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വിരാധനെ എന്ത് ചെയ്തു? രാമനാണെങ്കിൽ അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ട് ഇവനെ നന്നായിട്ട് ഭീഷണിപ്പെടുത്തി കൊല്ലാനൊക്കെ പുറപ്പെട്ടു. അങ്ങനെ ഈ അസ്ത്രശസ്ത്രങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ച് ഇവന്റെ കൈകളൊക്കെ മുറിച്ചും, അല്ലെങ്കിൽ അനവധി കൈകളൊക്കെ ഉള്ളവനാണ്, രാക്ഷസൻ ദുഷ്ടനാണ്. സീതാദേവിയാണെങ്കിൽ ഈ കാട്ടിൽ വന്നതിൻ്റെ ശേഷം ഇവർക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു വിഷമസന്ധിയാണ് ഏത്? ഈ പറഞ്ഞ വിരാധന്റെ കയ്യിൽ പെടല എന്നുള്ളത്. ഇതുവരെ അങ്ങനത്തെ ഒരു സന്ധിയിൽ പെട്ടിട്ടില്ല. കാട്ടിൽ വന്നപ്പോൾ ഈ കാടിന്റെ ഭീകരതയൊക്കെ അവരെ പേടിപ്പിച്ചു വെച്ചാലും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിൽ പെട്ടുവരുന്നില്ല. ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഈ രാക്ഷസനെ ഏറ്റുമുട്ടി അവന്റെ കയ്യും കാലൊക്കെ അരിഞ്ഞു മുറിച്ചൊക്കെ നേരെയാക്കിയിട്ട് യഥാചതി സൗമിത്രേ തഥാവഹതു രാക്ഷസ. അങ്ങനെ ഈ രാക്ഷസൻ എന്താ ചെയ്തു വെച്ചാൽ ഇവരെയൊക്കെ പിടിച്ചെടുത്തിട്ട് എല്ലാവരെയും കൂടി പിടിച്ചെടുത്ത് കൊണ്ട് ഓടാൻ തുടങ്ങി. പിടിച്ചെടുത്ത് ഓടണി എല്ലാവരെയും എടുത്ത് പിടിച്ച് ഓടാൻ തുടങ്ങിയപ്പം ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ പേടിക്കണ്ട, അവൻ ഓടട്ടെ. എന്താ കാരണം എന്നറിയൂ? ഇവൻ ഈ ഓടിപ്പോണ വഴി കൂടി നമുക്ക് പോകാനുള്ളത്, നമുക്ക് പോകേണ്ട വഴിയാണ് ഇപ്പം ഇവനെ ഓടുന്നത്. ഇപ്പം ഇവിടെ വെച്ചാൽ ഓട്ടോറിക്ഷയും കിട്ടില്ലല്ലോ. അപ്പം എന്ത് ചെയ്യാം? കുറേ ഇങ്ങോട്ട് പോയി കിട്ടും. എന്തായാലും ഇത് കൂലിയെടുക്കാത്ത വണ്ടിയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ആ വഴി തന്നെയാണ് പോകേണ്ടത്. അതൊരു സൗകര്യമുണ്ട്. കുറച്ചാൽ കഴിഞ്ഞിലുമുണ്ട്. യഥാചേച്ഛതി സൗമിത്രേ തഥാവഹതു രാക്ഷസ. ഈ രാക്ഷസൻ എങ്ങടാച്ചാൽ കൊണ്ടുവന്ന് വെച്ചാൽ വഴി കൂടി കൊണ്ടുപോട്ടെ. കാരണം എന്താണെന്ന് അയമേവ ഹിമഃ പന്ഥ യേന യാതി നിശാചര. ഈ കാട്ടാളം പോണ ഈ വഴി തന്നെയാണ് നമ്മുടെ വഴി എന്നും പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് കുറച്ചങ്ങോട്ട് ചെന്ന് കുറേ ചെന്നപ്പോഴാണ് എന്താണ്ടായി, ഈ വിരാധന്റെ ഈ ദുഷ്ടത കണ്ടപ്പം ലക്ഷ്മണൻ ഇടത്തെ കൈയും രാമൻ വലത്തെ കൈയും മുറിച്ച് 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 അങ്ങനെ ഇവന്റെ കൈകളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് വിരാധനെ വീഴ്ത്തിയതിന്റെ ശേഷം എന്നിട്ട് കൈയൊന്നും വെട്ടി മുറിച്ചിട്ടൊന്നും ചത്തില്ല ആര്? വിരാധൻ. അങ്ങനെ നല്ലോണം ചവിട്ടി കൂട്ടി പാകപ്പെടുത്തിയിട്ടും അവൻ രൂപം അച്ഛാ ഈ അസുരൻ പ്രത്യേകവാദി രാക്ഷസനാണ്. അതുകൊണ്ട് എന്തുണ്ടായിച്ചാൽ ഇവൻ പറയും ചെയ്തു, അവനെ കൊല്ലാനായിട്ട് പുറപ്പെട്ടപ്പം അവൻ പറഞ്ഞു, ഈ രാക്ഷസൻ തന്നെയാ പറഞ്ഞത്, അവൻ എന്ത് ചെയ്തോളൂ, ഒരു വലിയ കുഴി കുഴിച്ചിട്ട് എന്നെ എന്ത് ചെയ്യണം, അതില് കാലുകൊണ്ട് ചവിട്ടി അമർത്തി പിടിച്ചിട്ട് വേണം എന്നെ കൊല്ലാൻ എന്നൊക്കെ ഇവൻ തന്നെയാ പറഞ്ഞു കൊടുത്തത്. അത് ഇവൻ പറഞ്ഞത് എന്താ ചോദിച്ചാൽ ശാപം കൊണ്ടാണ് ഞാൻ ഈ മട്ടായിട്ട് തീർന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റാത്തത്. അഭിശാപാദഹം ഘോരം പ്രവൃഷ്ടോ രാക്ഷസീം തനും. ഞാൻ ഈ ശാപം കാരണമാണ് ഈ രാക്ഷസ ശരീരത്തെ പ്രാപിച്ചത്. എൻ്റെ പേര് തുമ്പുരുർ നാമ ഗന്ധർവ. തുമ്പുരു എന്ന് പറയുന്ന ഗന്ധർവനായിരുന്നു ഞാൻ. അങ്ങനെ എന്താണ്ടായത്? വൈശ്രവണേന ശബ്ദ. വൈശ്രവണൻ ശപിച്ചിട്ടാണ് ഈ വിധമായിട്ട് തീർന്നത്. ഇപ്പം നിങ്ങളുടെ കൈകൊണ്ട് എനിക്ക് എന്തുണ്ടാവും? അന്ന് എന്നെ ശപിച്ച സമയത്ത് എന്ത് പറഞ്ഞു? എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ദശരഥപുത്രൻ വന്ന് എന്നെ കൊല്ലും, അപ്പം നിനക്ക് എന്ത് വരും? ഈ ശാപത്തിൽ നിന്ന് മോചനം ഉണ്ടാവും എന്നും പറഞ്ഞു. അതുകൊണ്ടപ്പം നിങ്ങൾ എന്നെ ഈ വിധത്തിൽ അനുഗ്രഹിച്ചോലോ, നിങ്ങൾക്ക് നന്മയുണ്ടാവട്ടെ. ഇതോ വസതി സന്തോഷമായി. നിങ്ങൾ എന്നെ ഈ ദുഷ്ട ശരീരത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തില്ലേ, അതൊരു ഭാഗ്യം. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ, ഇവിടുന്ന് വേഗം സ്വസ്തി വസ്തു പരന്തവ, നിങ്ങൾക്ക് നന്മയുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് വിരാധൻ ഒരു വഴി പറഞ്ഞു കൊടുത്ത വഴി എന്താണെന്നറിയോ? ഇവിടെ അടുത്താണ് ഒരു ദിക്കില് ശരഭംഗൻ എന്ന് പറഞ്ഞൊരു മഹർഷി താമസിക്കുന്നുണ്ട്. ആ മഹർഷിയുടെ അടുത്തേക്ക് പോയിക്കോളൂ, ശരഭംഗന്റെ അടുത്തേക്ക്. അപ്പൊ ഈ ശരഭംഗന്റെ അടുത്തേക്ക് പോയിക്കോളൂ എന്നുള്ള വിവരം കിട്ടിയത് എവിടുന്നാന്നറിയോ? ഈ വിരാധന്റെ കയ്യിൽ നിന്നാണ്. അപ്പം ലക്ഷ്മണൻ എന്താ ചെയ്തു വെച്ചാൽ ഇത് കേട്ട് ഇവന്റെ കയ്യിലെ വർത്തമാനമൊക്കെ കേട്ട ലക്ഷ്മണൻ തന്റെ കയ്യിലിരിക്കുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താ ആ സാധനത്തിന്റെ പേര് എന്താണ്? തത്തോ ഖനിത്രം. ഖനിത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കളക്കണ കൈക്കോട്ടില്ലേ, മൺവെട്ടി എന്നൊക്കെ പറയുന്ന കൈക്കോട്ട് മാന്തണത്. ആ യന്ത്രം എടുത്തിട്ട് ലക്ഷ്മണൻ ഇവനെ അഖനത് പാർശ്വതസ്തസ്യ വിരാധസിവനെ കുഴിച്ചു മൂടി നേരെയാക്കി എന്നാ പറഞ്ഞത്. അങ്ങനെ വിരാധന്റെ അടുത്തുനിന്ന് വർത്തമാനം കിട്ടിയിട്ട് അവർ കാട്ടിക്കൂടി നടന്ന് ഈ കുഴിയിലിട്ടിട്ട് ഇവനെ അമർത്തി അവന്റെ ശാപമോക്ഷമൊക്കെ കൊടുത്തതിന്റെ ശേഷം അവർ കാട്ടിക്കൂടി സഞ്ചരിച്ച് അപകടമാണ് കാട് അവർക്ക് മനസ്സിലായി. പറയും കഷ്ടം വനമിതം ദുർഗം ആണ്, വല്ലാതെ കഷ്ടപ്പെട്ട കാടാണ്. ഇനി രാക്ഷസന്മാർ ഇനി വേറെയും വരാൻ സാധ്യതയുണ്ടാവും. എന്ത് ചെയ്യണം? നല്ലോണം സൂക്ഷിക്കണം. രാക്ഷസന്മാർക്ക് ഉണ്ടെന്നങ്ങനെ പറയുകയൊക്കെ ഉണ്ടായിട്ടുള്ളൂ, കാണലൊന്നും ഉണ്ടായില്ല. അപ്പൊ ആ ചിത്രകൂടത്തിൽ താമസിക്കുമ്പോൾ രാക്ഷസന്മാരായിട്ട് ഒരു ബന്ധം അവർക്ക് ഉണ്ടായിട്ടില്ല. ഈ രാമലക്ഷ്മണന്മാർക്കും സീതയ്ക്കും ഉണ്ടായിട്ടില്ല. ഇപ്പൊ അവിടെ നിന്ന് പുറപ്പെട്ട് വന്ന് ദണ്ഡകാരണ്യത്തേക്ക് പ്രവേശിച്ചതൊക്കെ ഉണ്ടായി. അങ്ങനെ അവർ ശരഭംഗന്റെ അടുത്തേക്ക് പോകുക എന്നും പറഞ്ഞ് ശരഭംഗാശ്രമത്തേക്ക് പുറപ്പെട്ടു. ഈ ശരഭംഗാശ്രമത്തിലേക്ക് ഇവർ ചെല്ലുന്ന സമയത്ത് എന്തേ കണ്ടു എന്നാണെങ്കിൽ അവിടെ ഈ ശരഭംഗ മഹർഷി ആരോടെ വർത്തമാനം പറഞ്ഞ് നിൽക്കുക മുമ്പില്, അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ മുമ്പില്. നോക്കിയപ്പോ ആരാന്നാണെങ്കിൽ വിഭ്രാജ
വിരാജമാനം വപുഷ സൂര്യവൈശ്വാനരപ്രഭം. നല്ല തിളങ്ങുന്ന സുന്ദരന്മാരായിട്ട് ചിലരൊക്കെ എന്തുണ്ട് നിന്ന് ആരോട് സംസാരിക്കണം? മഹർഷിയോട് സംസാരിക്കണം. ഈ സംസാരിക്കുന്ന ചെറുപ്പക്കാരെ കണ്ട എങ്ങനെയാണെന്നറിയോ? അസംസ്പൃശന്തം. അസംസ്പൃശന്തം എന്ന് പറഞ്ഞാൽ ഭൂമി തൊടാണ്ട് നിൽക്കണത് വരെ. മാത്രമല്ല ദദരിശ അങ്ങനെ കണ്ടത്. നല്ല സുന്ദരമായ ആഭരണങ്ങളൊക്കെ ധരിച്ച് 10-25 വയസ്സ് പ്രായം തോന്നണ ആളുകൾ ആരാന്നറിയോ? ദേവേന്ദ്രനാണ് നിൽക്കുന്നത്. ദേവേന്ദ്രൻ ചില ദേവന്മാരാണ് ആകാശം നിലം തൊടാതെ നിൽക്കണത്. ആരുടെ വർത്തമാനം പറഞ്ഞിട്ട്? ഈ മഹർഷിയുടെ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നു. അപ്പൊ ഇവരെ കണ്ടപ്പോൾ കണ്ട 25 വയസ്സേ തോന്നുള്ളൂ. അപ്പൊ അവർ പ്രത്യേകത എന്താ ചോദിച്ചാല് അത് ഇവിടെ പറയുകയും ചെയ്യും. 25 വാർഷികം ഏതധികില ദേവാനാം വയോ ഭവതി നിത്യത. ഈ ദേവന്മാർക്ക് എന്നും ഇങ്ങനെ 25 വയസ്സേ ഉണ്ടാവുള്ളൂ. നമുക്കത് 25-4 മണിയൊക്കെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ദേവന്മാർക്ക് എന്നും 25 വയസ്സേ പ്രായം തോന്നുള്ളൂ. അവരുടെ ശരീരം എങ്ങനെയാണ്? ദേവന്മാരെന്ന് പറയുന്നത് അമര നിർജരാ ദേവ വിബുധ ത്രിദശാസുരാഹ എന്ന് പറയുക. ദേവന്മാരെ ത്രിദശന്മാരാണ്. ത്രിദശൻ 3 ദേശേ അവർക്കുള്ളൂ. ഏതൊക്കെ 3 ദേശ? ബാല്യം, കൗമാരം, യൗവനം. ഈ 3 ദേശയല്ല. യൗവനത്തിൽ 25 കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നിനും വേണ്ട. എന്താ കാരണം? ഇന്നും 25. അങ്ങനെയാണ് അവർക്ക്. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ദശ കുറേ ഉണ്ട്. ഏതൊക്കെ ദശ? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, 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 വാർദ്ധക്യം. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? ഇവർക്ക് 3 ദശയല്ലേ. അപ്പൊ അതുകൊണ്ട് അവർ ത്രിദശന്മാര് എന്ന് പറയും. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇന്ദ്രനെയൊക്കെ കണ്ടാൽ 25 വയസ്സേ തോന്നുള്ളൂ. ഏതധികില ദേവാനാം വയോ ഭവതി നിത്യത. ഈ 25 വയസ്സാണ് ദേവന്മാരുടെ എന്നുള്ള ആയുസ്. യഥേമേ പുരുഷവ്യാഘ്ര ദൃശ്യന്റെ പ്രിയദർശന. എന്ത് ഭംഗിയോ ഒറ്റുള്ള കാണാൻ. ആര് പറയണ? ഈ രാമനും കൂട്ടരും ദൂരെന്ന് കണ്ടപ്പോ പറയണേ ഇവർ നിലം തൊട്ടിട്ടില്ല. എങ്ങനെ നിൽക്കണത്? ആകാശത്ത് ഇങ്ങനെ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. ഈ ദേവന്മാരും നിലം തൊടില്ല. നിലം തൊടാണ്ടാണ് അവർ നടക്കുക ദേവന്മാര്. അതുകൊണ്ടാണ് ദേവന്മാരെ കുറിച്ച് പറയുമ്പോൾ ആകാശചാരികള്, ഖേചരന്മാര് എന്നൊക്കെ പറയും. ഭൂമിയിൽ തൊടില്ല. അവർ ഭൂമി തൊടാണ്ടേ നിലം തൊടാണ്ട് നടക്കുന്നവരാണ് ദേവന്മാർ. നമ്മളിനി ഇതൊക്കെ കഴിഞ്ഞിപ്പോ പോണ സമയത്ത് ചിലർക്ക് നിലം തൊടാണ്ട് പോകുന്നത് കാണാം. നിറവുമ്പോളേ തെറ്റിദ്ധരിച്ച് പോയിട്ട് ദേവനാണൊക്കെ വിചാരിച്ച് തൊഴുവാനൊന്നും പോകണ്ട. നല്ല കള്ള് ഷാപ്പിൽ വരുമോ? തെറ്റിദ്ധരിക്കാതെ പറഞ്ഞൊന്നുമില്ലോ ഇപ്പോൾ. അപ്പൊ ദേവൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവില്ല. ആകാശചാരികളാണെന്നാ പറഞ്ഞത്. അപ്പൊ ഈ ദേവേന്ദ്രൻ അവിടെ വന്ന് നിന്ന് സംസാരിക്കുകയാണ്. ആരോട്? ഈ മഹർഷിയോട്, ശരഭംഗനോട്. അപ്പൊ ദേവേന്ദ്രനൊക്കെ വന്ന് ഇങ്ങനെ നിന്ന് വർത്തമാനം പറയണമെങ്കിൽ എത്ര കേമനാവും ഈ ശരഭംഗൻ. അപ്പൊ അദ്ദേഹത്തെ കണ്ടു, സന്തോഷമായി. അപ്പൊ എന്താ വെച്ചാൽ രാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി ഇങ്ങോട്ട് കടന്നു വരുന്നത് കണ്ടപ്പം ഈ ദേവേന്ദ്രൻ മഹർഷിയോട് പറഞ്ഞു, അല്ല ഇനി ഒന്നുമില്ല, ഇനിയൊക്കെ ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞ. ആര് പോയി? രാമനെ കണ്ടപ്പോൾ ഒന്നും ഉണ്ടാവേ, നീക്ക നമുക്ക് പിന്നെ പറയാമെന്നും പറഞ്ഞ് അവിടുന്ന് പോയി. ഞാൻ പിന്നെ രാമനോട് നേരിട്ട് പറഞ്ഞോളാന്നും പറഞ്ഞു. എന്താണോ അറിയില്ല. അത് നമുക്ക് പിന്നെ കാണാം. കുറച്ച് കൊല്ലം കൂടി കഴിയണം അത് പറയണമെങ്കിൽ. ദേവേന്ദ്രൻ പിന്നെ അത് പറയും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് രാമൻ ഇവിടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് എന്നോട് വന്ന് വർത്തമാനം പറയാൻ നിൽക്കും. അപ്പൊ അത് നമുക്ക് പോവുക എന്നും പറഞ്ഞ. ആര് പോയി? ദേവേന്ദ്രാദികൾ പോവുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ ചില കർത്തവ്യങ്ങളൊക്കെ ഉണ്ട്. രാമന്റെ കർത്തവ്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ കണ്ടോളാം. ആരെയും രാമനെ ചിലതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് രാമനെ കുറച്ചൊക്കെ ചെയ്യണ്ടേ, അത് കഴിഞ്ഞിട്ട് ഞാൻ രാമനെ കണ്ടോളാമെന്നും പറഞ്ഞിട്ടാ പോയത്. അപ്പൊ ഇങ്ങനെ ഇവര് പോയതിന്റെ ശേഷം ഈ കുമാരന്മാര് രാമലക്ഷ്മണന്മാരും അതുപോലെ സീതാദേവിയും കൂടി ചേർന്ന് പോന്നു. അവര് പോകുന്നു ഈ മഹർഷിമാരുടെ അടുത്ത് വന്ന് കാൽക്കൽ തൊട്ട് തൊഴുത് നമസ്കരിച്ചു നല്ലോണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താ വെച്ചാല് ഞാൻ ഈ ഇവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. ഈ ശരഭംഗം പറഞ്ഞു, എനിക്ക് ബ്രഹ്മലോകത്തേക്ക് പോവാനായിട്ട് പുറപ്പെട്ട് നിൽക്കുകയാണ് ഞാൻ. അതുകൊണ്ട് എന്താ വെച്ചാല് ഞാൻ തപസ്സുകൊണ്ട് ധാരാളം ലോകങ്ങൾ, പുണ്യലോകങ്ങൾ നേടിയ ആളാണ്. ആരോ? ഞാൻ. ശരഭംഗം പറഞ്ഞ് ധാരാളം പുണ്യലോകങ്ങൾ ഞാൻ തപസ്സുകൊണ്ട് നേടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പോണ സമയത്ത് ആ പുണ്യലോകങ്ങളൊക്കെ അങ്ങേക്ക് തന്നു പോവാനായിട്ട് ഉദ്ദേശിക്കുകയാണ് എന്ന് പറഞ്ഞ. ആരോട്? രാമനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങ് വാങ്ങണം എൻ്റെ അടുത്ത്. ഞാൻ പുണ്യം കൊണ്ട് തപസ് ചെയ്ത് കഷ്ടപ്പെട്ട് നേടിയിട്ടുള്ളതായ പുണ്യലോകങ്ങളൊക്കെ അങ്ങേക്ക് തരാൻ പോവുകയാണ്, അങ്ങത് വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങ് വാങ്ങണം എന്ന് പറഞ്ഞ് രാമന്റെ കയ്യിൽ ഇതൊക്കെ കൊടുക്കാൻ പുറപ്പെട്ടപ്പം രാമൻ എന്ത് ചെയ്തു? ഇപ്പൊ നമ്മളാ ചെന്ത ചെയ്യ പുണ്യലോകങ്ങളൊക്കെ വാങ്ങിക്കോളൂ പറഞ്ഞ് തന്നെ എന്ത് ചെയ്യും? എന്താരും മിണ്ടാത്തത്? തന്നാൽ നമ്മളിങ്ങോട്ട് വാങ്ങും. സഞ്ചി ഉണ്ടോയെന്ന് ചോദിക്കും. എന്തിനും കൊണ്ടുപോകാനേ. ശരിയല്ലേ ഇത്? അപ്പൊ വേണ്ടാന്നൊന്നും പറയില്ലേ. പക്ഷെ നല്ല തഞ്ചത്തിൽ കിട്ടുമല്ലേ. അതുകൊണ്ട് പുണ്യലോകങ്ങളുണ്ട് വെച്ചാൽ തരൂ, തന്നു വെച്ചാൽ വാങ്ങും. നമ്മൾ ചോദിച്ചു വാങ്ങുന്നൊന്നുമില്ല, ഇങ്ങോട്ട് വരില്ലേ. പക്ഷെ രാമന്റെ അന്തസ് നോക്കൂ. രാമൻ പറഞ്ഞു, അങ്ങയുടെ ആ വലിയൊരു മനസ്സിനെനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്താ കാരണം?
അങ്ങേക്ക് ഇത്ര വലിയൊരു മനസ്സുണ്ടായില്ലേ അതൊക്കെ തരണമെന്ന്. പക്ഷെ എന്താണെന്ന് വെച്ചോണ്ടോ, ഞാൻ അങ്ങേ നമസ്കരിക്കുകയാണ്, എനിക്ക് എന്തേ വേണ്ടു? അഹമേവഹരിഷ്യാമി സർവാൻ ലോകാൻ മഹാമുനേ. അതുകൊണ്ട് ആവാസം ത്വഹമിച്ഛാമി പ്രതിഷ്ഠമിഹകാനനേ. എനിക്കിപ്പോൾ എന്തേ വേണ്ടു? അങ്ങ് പറഞ്ഞ പുണ്യലോകങ്ങളൊക്കെ എനിക്ക് തരാമെന്ന് പറഞ്ഞില്ലേ, അതെന്തായാലും എനിക്ക് വേണ്ട. എന്താ കാരണം? അത് അങ്ങ് കഷ്ടപ്പെട്ട് നേടിയതാ, അത് ഞാൻ വാങ്ങണത് ശരിയല്ല. എനിക്ക് ആ പുണ്യലോകങ്ങളൊക്കെ ഞാൻ അധ്വാനിച്ച് നേടുക വേണ്ടത്. എന്താണ്? അങ്ങനെ ഒരു പുണ്യലോകങ്ങൾ വേണമെങ്കിൽ ഞാൻ നേടുകയല്ലേ വേണ്ടത്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തോളാം? എന്നെ കൊണ്ട് ആവണ മാതിരി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് തപസ് ചെയ്തിട്ട് നേടിക്കോളാം.